ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹൃദയത്തിന്റെ ഉത്കണ്ഠ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 25-ാം വാക്യം. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയത്തിലെ മനോവ്യസനം വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മനോവ്യസനവും വിശ്വാസവും നിരന്തരം പരസ്പരം പോരാടുന്നു, പരസ്പരം കീഴടക്കാൻ ശ്രമിക്കുന്നു. ശിഷ്യന്മാർ അസ്വസ്ഥരാകുകയും അവരുടെ ഹൃദയങ്ങൾ ഭയത്താൽ നിറയുകയും ചെയ്തപ്പോൾ കർത്താവ് സ്നേഹപൂർവ്വം അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിക്കൂ, എന്നിലും വിശ്വസിക്കൂ എന്ന്. ഇത് യോഹന്നാൻ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അതെ, മനോവ്യസനത്തിനുള്ള ഏക മരുന്ന് വിശ്വാസമാണ്. വിശ്വാസത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ വ്യസനങ്ങൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. മനോവ്യസനത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ആദ്യം നിങ്ങൾ നിങ്ങളുടെ വ്യസനങ്ങൾ ദൈവത്തെ അറിയിക്കണം. രണ്ടാമതായി നിങ്ങളുടെ വ്യസനങ്ങളും ഭാരങ്ങളും അവന്റെ കാൽക്കൽ വെക്കണം. തിരുവെഴുത്ത് ഇതിനെക്കുറിച്ച് മനോഹരമായ 4 വാക്യങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്നാമതായി ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്ര വേണ്ടത്. രണ്ടാമതായി 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങളെ കരുതിക്കൊള്ളും. മൂന്നാമതായി സങ്കീർത്തനം 55-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവീൻ, അവൻ നിങ്ങളെ താങ്ങും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. നാലാമതായി മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് 1000 രൂപ പോലും ഇല്ലെന്ന് കരുതുക. നിങ്ങളുടെ ഹൃദയം ഉത്കണ്ഠമാകുന്നു. പെട്ടെന്ന് നിങ്ങൾ US-ലുള്ള ഒരു ബന്ധുവിനെ ഓർക്കുന്നു. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നു. വിഷമിക്കേണ്ട, എല്ലാ വിവാഹ ചെലവുകളും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പ്രതികരിക്കുന്നു. സഹായിക്കാൻ കഴിവുള്ള ഒരാളിലേക്ക് നിങ്ങളുടെ വിശ്വാസം മാറിയിരിക്കുന്നതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ വ്യസനം അപ്രതീക്ഷിതമാകുന്നു. ഒരു മനുഷ്യ ബന്ധുവിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയുമെങ്കിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമായി സമൃദ്ധിയായി ചെയ്യാൻ കഴിവുള്ള കർത്താവിൽ നാം എത്രമാത്രം വിശ്വാസം അർപ്പിക്കണം. യേശുവിന്റെ നല്ല വാക്കുകളും വാഗ്ദാനങ്ങളും എല്ലാ ഉത്കണ്ഠകളും നീക്കുകയും നമ്മെ സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഒരു പിതാവ് തന്റെ മകനെക്കുറിച്ച് ആകാംക്ഷയോടെ യേശുവിന്റെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി എന്ന് യോഹന്നാൻ 4-ാം അധ്യായം 50-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ആ നിമിഷം തന്നെ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യസനങ്ങൾ മാറി. അവൻ ആത്മവിശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങി. തന്റെ മകൻ ആ കൃത്യസമയത്ത് സുഖം പ്രാപിക്കാൻ തുടങ്ങിയെന്ന് കണ്ടെത്തി. ദൈവത്തിന്റെ പ്രിയ മക്കളെ, വ്യസനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരന്റെ സ്നേഹനിർഭരമായ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.